ഹലോ നമസ്കാരം, സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ മാർബിൾ വിരിച്ച വിശേഷങ്ങൾ കാണാം. അതായത് മോർച്ചാന ഡിസൈന് വരുന്ന ഒരു അടിപൊളി മാർബിളാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഗാലക്സിയിൽ വരുന്ന ഒരു ഗ്രാനൈറ്റ് സ്റ്റെപ്പൊക്കെ നൽകിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഇത് വർക്ക് ചെയ്ത ആളെയും അതേപോലെ തന്നെ ഇതിന് എത്ര കോസ്റ്റ് വന്നു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്, എങ്ങനെ പോളിഷ് ചെയ്യണം, ഏതൊക്കെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പോളിഷ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഈ വീടിൻ്റെ സിറ്റൗട്ട് ഭാഗത്തേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം ഈ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വെയിൽ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ക്ലയൻറ്റിന് ആവശ്യം ഉണ്ടായിരുന്നത് വെയിൽ കൊണ്ടാലും മങ്ങാത്ത ഒരു ഗ്രാനൈറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഗാലക്സി ഗ്രാനൈറ്റാണ് ചൂസ് ചെയ്ത് കൊടുത്തത്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ സ്ലാബുകൾ അവൈലബിൾ ആവും. ആ സ്ലാബുകൾ മാത്രം എടുക്കാം. ആ കട്ട് പീസുകൾ എടുത്താൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ വേരിയേഷൻ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ബ്ലോക്കിൽ നിന്നും കട്ട് ചെയ്ത മെറ്റീരിയൽ ആയിരിക്കും പല കട്ട് പീസായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഒറ്റ ലോട്ടിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സ്ലാബുകൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ട് വിരിക്കാൻ പറ്റും. പിന്നെ ഇടയിലിടയിലുള്ള ജോയിൻറ്റുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ആംബിയൻസ് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴെ വിരിച്ചിട്ടുള്ളതേ മോർച്ചാന പാറ്റേണിൽ വരുന്ന ഒരു തലൈ വൈറ്റ് മാർബിളാണ്. ഈ ഒരു മാർബിൾ നല്ല ഡയമണ്ട് ആയിട്ട് തന്നെ വിരിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ മാർബിൾ വിരിക്കുമ്പോൾ നല്ല വർക്കേഴ്സിനെ ചൂസ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിലും അത് ചിലപ്പം അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫീലിങ്ങിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ നല്ല വർക്കേഴ്സിനെ ചൂസ് ചെയ്യുക, അവരെ ഹിസ്റ്ററി നോക്കുക, അവരെങ്ങനെയൊക്കെയാണ് മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിൽ തന്നെ ഒരുപാട് വർക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ഏരിയയിലുള്ള വർക്കേഴ്സിനെ നല്ല വർക്കേഴ്സിനെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വിരിച്ചിട്ടുണ്ട്. ജോയിൻറ്റുകളൊക്കെ ഒന്നും കാണിക്കാത്ത രൂപത്തിൽ തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന് പലതരത്തിലുള്ള വിരിക്കാനുള്ള ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും, വിരിച്ചതിന് ശേഷം ജോയിൻറ്റ് ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജോയിൻറ്റൊക്കെ ഇതിന്ന് ഫില്ലിങ്ങൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അളകിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് കുടിയിരുന്നിട്ട് ഏകദേശം 7-8 മാസമായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം അവർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമ്മളോട് മായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ യൂസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ശരിക്കും വീഡിയോ എടുക്കാൻ വരേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കറക്റ്റ് ഫീലിങ്ങും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളും ലിവിങ് റൂമും ഒറ്റ ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പേസിൽ തന്നെ ഈ ഒരു രണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സോഫ സെറ്റ് ഈ ഒരു കോർണറിലായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തന്നെ ഡൈനിങ് ഹാളിൽ 6-8 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഹാളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മാർബിൾ വരുന്നത് കറക്റ്റ് ഈ ഒരു ഭാഗങ്ങളിൽ ഡയമണ്ടും പിന്നെ ഒരു സ്ട്രൈറ്റ് ഡിസൈനും രണ്ടും കൂടി കിട്ടുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു മാർബിളിൽ കാണാൻ കഴിയുന്നത്. ഈ മോർച്ചാന പാറ്റേണിൽ വരുന്ന ഈ ഒരു ഡിസൈന് നല്ലൊരു ആംബിയൻസ് ഈ വീടിന് നൽകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇന്റീരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കുക, നല്ലൊരു മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇന്റീരിയർ വേറെ നമ്മൾ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെ നമുക്ക് വീടിന് ലഭിക്കും. നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന മാർബിളിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. കറക്റ്റ് ആ ഒരു ഡിസൈന് ലിവിങ് സ്പേസിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ഹാളിൻ്റെ വാഷിംഗ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് നമ്മുടെ സ്റ്റെയറിനോട് ചാനിട്ടാണ്. സ്റ്റെയറിനോട് ചാനിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ PVC പാനലാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഗ്ലാസും നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ബേസിനും അതുപോലെ തന്നെ താഴെ ഒരു ഗാലക്സിന്റെ ഒരു ഗ്രാനൈറ്റ് നൽകിയിട്ട് അടിപൊളി തന്നെ ഈ ഒരു
ഭാഗം വാഷിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് യൂണിറ്റിന്റെ ഏരിയയിലൊക്കെ ഏറ്റവും കൊടുക്കുക എന്നുള്ളത് PVC പാനലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളമായാലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഈ PVC പാനലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഡ്യൂറബിലിറ്റി നല്ലുള്ളൊരു മെറ്റീരിയലാണ് PVC പാനൽ. ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് PVC പാനൽ. നമ്മളൊരു ഹോം ടൂറായിട്ട് ബന്ധപ്പെട്ട് വീട് എടുക്കാൻ പോകുന്ന സമയത്ത് ആ വീട് വർക്ക് ചെയ്തത് ആരാണോ അവരായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ കിച്ചണാണ്. വീടിന്റെ കിച്ചണ് കാണിക്കുമ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മുടെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. മിസ്റ്റർ ഷർഫാക്കാണ് ഈ വീട് എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലോറിങ്ങും പിന്നെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മൂപ്പരോട് തന്നെ ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് ഇപ്പോ ഈ വീടിന്റെ കിച്ചണില് ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി കണ്ട സംഭവമാണ് ഈ ഒരു ഇത് ശരിക്കും കോൺക്രീറ്റ് ചെയ്തതാണെന്നാണ് ഇവര് പറഞ്ഞത്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മോഡേൺ കിച്ചന്റെ ഒരു ടാബിൾ ടോപ്പ് ചെയ്തതിന്റെ ലുക്ക് കിട്ടുന്നുണ്ട്. ഇത് 3 ഇഞ്ച് സാട്ട് ഗ്രാനൈറ്റ് 3 ഇഞ്ച് സാട്ട് ഇട്ടുകൊണ്ട് ചെയ്താണ്. അപ്പൊ ഫ്രെയിം ഇവിടെ വരും. അപ്പൊ അത് അറിയില്ല കോൺക്രീറ്റ് ആണെന്ന് അറിയില്ല. അപ്പൊ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡേൺ കിച്ചന്റെ ഒരു ഫീല് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇനി നിങ്ങള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും അത് നിലനിൽക്കും, ക്വാളിറ്റി പക്കയിരിക്കും. കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ മോഡേൺ കിച്ചന്റെ ക്വാളിറ്റി പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ മോഡേൺ കിച്ചനേക്കാളും ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ളത് ഈ ഒരു കോൺക്രീറ്റിലാണ്. അപ്പൊ ഇത് വൃത്തിയായിട്ട് തന്നെ നമുക്കൊരു മോഡേൺ കിച്ചന്റെ രൂപത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഇതിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് എത്ര ഇഞ്ച് ചാർട്ടിട്ടുണ്ട്, 3 ഇഞ്ചോളം ചാർട്ടിട്ട് ഇത് പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് ഉള്ളിലേട്ടാണ് ഇതിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഗാലക്സി ആണ്. ഗാലക്സി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗാലക്സി കട്ട് പീസ് എടുക്കുമ്പോ ഈ ഒരു ആംബിയൻസ് കിട്ടുമോ? കിട്ടൂല. സ്ലാബ് ഈ ഒരു ആംബിയൻസ് എന്തായാലും കട്ട് പീസ് എടുത്തേക്കില്ല. അപ്പോ ഈ ഒരു വീടിന്റെ കിച്ചന്റെ ഭാഗത്ത് നമുക്ക് ആ മോർച്ചാന മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജോയിന്റ് നമുക്ക് ഈ ജോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് അധികം മനസ്സിലാവാത്ത രൂപത്തിൽ ചെയ്യാനൊക്കെ എങ്ങനെയാണ് ഇതിന്റെ അടിയിൽ ചെയ്തു പോകുന്നതും അതേപോലെ തന്നെ മുകളിൽ നിന്ന് കൊടുക്കുന്നതും തമ്മിൽ നിങ്ങൾക്ക് വർക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? ചെറുതായിട്ട് വരുന്നുണ്ട്. കുറച്ച് പണി കൂടുതലാണ്. മുകളിൽ കൊടുക്കുമ്പോ അത് പൊളിഞ്ഞു പോരും. അടിയിൽ കൊടുക്കുകയാണെങ്കിൽ പൊളിഞ്ഞു പോരും. അതായത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 മാർബിൾ ഇടുന്നതിന്റെ ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഒരു മാർബിൾ ഇട്ടതിന് ശേഷം തന്നെ ഇതിൽ ഇട്ടിട്ടാണ് മറ്റേ മാർബിളും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ടാണ് ഇത് ജോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തന്നെ ജോയിന്റ് ഫില്ലർ കയറുന്നതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഏത് കാലം അത് സ്ട്രക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഈ വീടിന്റെ സ്റ്റെയർ ആണ്. ഇതിന്റെ സ്റ്റെയർ നമ്മളൊരു ഗാലക്സി ഈ ഒരു പാറ്റേൺ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇത് പാറ്റേണിലേക്ക് എത്താൻ കാരണം എന്താ, ഈ ഒരു പാറ്റേൺ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് വൃത്തി ഉണ്ടാകുന്നത് വീട്ടുകാരാണോ നിങ്ങളെ സജഷനാണോ? അത് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ ഗാലക്സി ഈ ഒരു മാർബിൾ കൂടി നല്ലൊരു ആംബിയൻസ് ലഭിക്കുന്നുണ്ട്. കറക്റ്റ് സ്റ്റേബിൾ ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ സർഫാക്ക, ഈ ഒരു വീട് ഒരു 2600 സ്ക്വയർ ഫീറ്റ് മാർബിളും ഗ്രാനൈറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈൽ എത്ര സ്ക്വയർ ഫീറ്റ്? 1200 സ്ക്വയർ ഫീറ്റ്. 1200 സ്ക്വയർ ഫീറ്റ് കിച്ചൺ. നമുക്ക് ഏകദേശം ഈ ഒരു ഗ്രാനൈറ്റ് മാർബിളും മാത്രം എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട്? വിരിച്ച് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം 190. 1200 സ്ക്വയർ ഫീറ്റ് ടൈൽ കൂടിയിട്ട് 1,90,000 ടോട്ടൽ വർക്കിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 2600, 3200 സ്ക്വയർ ഫീറ്റ് മൊത്തം ടൈലും മാർബിളും ഗ്രാനൈറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് 1,90,000
എന്നിട്ട് ഇത്ര യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പോളിഷ് അതേപോലെ മങ്ങാതെ അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മാർബിളിന്റെ ക്വാളിറ്റിയും ആ ഡയമണ്ട് പോളിഷ് അത് എടുത്ത് കാണിക്കുന്നത് ജോയിന്റ് കാര്യങ്ങളൊന്നും അതെ അതെ അതെ. അപ്പോൾ നല്ല ക്വാളിറ്റി മാർബിളും നല്ല മെറ്റീരിയൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ജോയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് എത്ര കാലമാണെങ്കിലും മാർബിൾ യൂസ് ചെയ്യാറുള്ളതിൻ്റെ തെളിവൂടെയാണ് അതിനോട് കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഏകദേശം 1,90,000 ടൈലും മാർബിളും ഗ്രാനൈറ്റും കൂടെ ഇതിൽ ഗ്രാനൈറ്റും ഈ ഒരു മാർബിളും കൂടി എത്ര രൂപ കോസ്റ്റ് കൊടുക്കുന്നു? അതേപോലെ പണിക്കൂലി വന്നിട്ടുണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് 1,45,000 1,00,000 രൂപയോളം നമുക്ക് ഈ ഒരു ഗ്രാനൈറ്റ് മാർബിൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് പിന്നെ ഡയമണ്ട് പോളിഷ് ഇത് നമ്മളിപ്പോ ഇത് ചെയ്തിട്ടുള്ളത് ഇതിലാണോ സാധാ സിമെന്റിലാണോ അതോ സാധാ സിമെന്റിലാണ് വൈറ്റ് സിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കണ്ട വൈറ്റ് സിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ മാർബിൾ വിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മാർബിളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടൈല് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്രാച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാർബിൾ നമ്മൾ വിരിച്ചിട്ട് അപ്പോക്സ് ഇട്ട് കഴിഞ്ഞിട്ട് ാണ് പിന്നീട് പോളിഷ് ചെയ്യാം. അപ്പോക്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാതെ ഒരു സമയം നമ്മൾ മാർബിൾ വിരിച്ച് കഴിഞ്ഞാൽ 2 സെറ്റ് അടിച്ചിട്ട് അപ്പോക്സിറ്റ് ആക്കണം. ഈ അപ്പോക്സിറ്റ് വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞിട്ട് മാർബിൾ പോളിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ഒന്നും ആവില്ല. അതെ, അപ്പൊ നമുക്ക് സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ സ്ക്രാച്ച് പിന്നെ ഇനിയിപ്പോ സ്ക്രാച്ച് ആയാൽ തന്നെ അതിന്റെ അടുത്ത് ഒന്നുപാടെ സ്ക്രാച്ച് കളയാനുള്ള ഒരു കല്ലുപാടം അടിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി. നല്ല സ്ക്രാച്ച് ഫുള്ള് പോയി. പിന്നെ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് മാർബിള് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് ഫസ്റ്റ് റഫ് അടിക്കണം. റഫ് അടിച്ചതിന് ശേഷം റഫ് പോളിഷ് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് ഉന്ത് മുഴ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഈ റഫിൽ അങ്ങോട്ട് പോകും. റഫിൽ പോകും. അതേപോലെ തന്നെ ഈ ഒരേപോലെ കല്ല് ഒരേപോലെ ഇതിന്റെ അതിന്റെ കച്ചറി കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഉണങ്ങിയതിന് ശേഷം ഇത് ചില കമ്പനി അപ്രോക്സി ആകുമ്പോ 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ സെറ്റാണ് നമുക്ക് ചവിട്ടാം. ചിലത് 8 മണിക്കൂർ വരുന്നുണ്ട്. നമ്മള് നല്ല അപ്രോക്സിയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വർക്കും ചെയ്യാം. ഒരു കുട്ടിപ്പണി എടുക്കാം, ചീച്ച പണി എടുക്കുക, ആസാരി പണി എടുക്കുക, എല്ലാ പണി എടുക്കാം. സ്ക്രാച്ച് നമുക്ക് വല്ലാതെ ആവില്ല. അത് സ്ക്രാച്ച് ആയാൽ തന്നെ നമുക്ക് അടുത്ത കല്ല് അടിക്കാറുണ്ട്. പിന്നെ കണ്ടമാനം പൊടി ദൈവത്തെ കണ്ടമാനം കല്ല് പിന്നെ അടിക്കാറുണ്ട്. അതിന് പിന്നെ ഒരു കല്ല് എടുക്കുന്നത് ആ സ്ക്രാച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പോളിഷ് പണി കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ച് എടുക്കും ഒന്നും ഉണ്ടാവില്ല. അതെന്ന് നമുക്ക് സേഫ് ആയിട്ട് വിൽക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ കൂടിയാണ് മാറുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവരും വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള വർക്കുകൾ എന്തായാലും അതിന്റെ മുകളിൽ കൂടെ സ്ക്രാച്ച് ആക്കുന്ന വർക്കുകൾ തീർച്ചയായിട്ടും വരും അല്ലെ? ഗ്രാനൈറ്റ് ആണെങ്കിലും മറ്റേ ഇനിയിപ്പോ മറ്റുള്ള ഏത് പ്രൊഡക്റ്റുകളാണ് നമ്മൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളിഷ് കഴിഞ്ഞതിന് ശേഷം ആണ് ആ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ അതിപ്പോ കടക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷെ മാർബിളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ അപ്പോക്സിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് ഈ പോളിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പണി കഴിഞ്ഞിട്ടാണ് അവസാനത്തെ പോളിഷ് ചെയ്യാം. ആ പോളിഷോട് കൂടിയിട്ട് സകല സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ അതിലൊക്കെ പോയി. ഇതെല്ലാവരും ഡൗട്ടാണ്. പിന്നെ എല്ലാ വർക്കും കേട്ട് പോളിഷ് ചെയ്യുമ്പോൾ പിന്നെ ചുമരുമൊക്കെ കച്ചറത്തിരിക്കും. പോളിഷ് ചെയ്യണം അതൊക്കെ പിന്നെ പണിക്കാർ വർക്കർ നോക്കിയാല് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ?
നമ്മൾ കുട്ടിപ്പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർക്കൊരു സംശയമാണ്. അതായത് കുട്ടിപ്പണി കഴിഞ്ഞ് അതെ പൈൻറ്റിങ് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്യുമ്പോൾ ചളിയാണോ അതിനൊക്കെ പരിഹാരമുണ്ട്. അതൊക്കെ നല്ല പോളിഷിന്റെ ആൾക്കാർ ചെയ്യാണെങ്കിൽ നല്ല ശ്രദ്ധിച്ച് ചെയ്യും. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്നും ആയിട്ടുണ്ടെങ്കിൽ അത് പൈൻറ്റ് ടച്ച് ചെയ്യാൻ കേസുണ്ട്. പറ്റുന്ന കാര്യം അപ്പൊ അതിനാകുമ്പോൾ മാർബിളിന്റെ പണിയാണ് നല്ല ലുക്കായിട്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് മാർബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ്, എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വിരിച്ച മാർബിൾ, ഗ്രാനൈറ്റ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് നമ്മളെ സ്റ്റോൺ ഗാലറിയിൽ നിന്നാണ്. സ്റ്റോൺ ഗാലറിയിൽ മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ്, CP ഫിറ്റിങ്സ് തുടങ്ങിയ എല്ലാ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. നിങ്ങളുടെ മാർബിളിൻ്റെ ഫ്ലോറിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഈ ഒരു മെറ്റീരിയൽ മാർബിളിൻ്റെ ഫ്ലോറിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റോ ടൈലോ എന്താണെന്നുണ്ടെങ്കിലും ഫ്ലോറിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമാവും. പിന്നെ അതേപോലെ തന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ മാർബിളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.